RDX മൂന്നാമത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കേരളം ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനമാണത്. ഇത് വിശദമായി നമ്മൾ ചർച്ചയ്ക്കെടുക്കുകയാണ്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷ 1ാം റാങ്കോടെ പാസ്സായി കഴകം തസ്തികയിൽ ജോലി നേടിയ ബാലു എന്ന യുവാവിനെ ജോലി ചെയ്യാൻ പൗരോഹിത്യം സമ്മതിക്കുന്നില്ല. കാരണം ഒന്നേ ഉള്ളൂ, ബാലു ഈഴവ സമുദായത്തിലാണ് ജനിച്ചത്. തന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്ന് ബാലുവിനെ ഇപ്പോൾ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിന്റെ വാർത്ത RDX ആഴത്തിൽ പരിശോധിക്കുകയാണ്. വിവേചനം എന്ന വാക്കിൽ ചെറുതാക്കേണ്ട കാര്യമല്ല അവിടെ നടക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഐത്താചരണമാണ്. എന്താണ് നിലവിലെ പ്രശ്നം? കാണാം 59 സെക്കൻഡിൽ. തൃശൂർ ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകം തസ്തികയിലേക്ക് 2023 ഒക്ടോബർ 11 ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അപേക്ഷ ക്ഷണിച്ചത്. ഇതുപ്രകാരം ഈഴവ വിഭാഗത്തിൽപ്പെട്ട തിരുവനന്തപുരം ആര്യനാട് സ്വദേശി BA ബാലു അപേക്ഷ നൽകി. പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ BA ബാലുവിന് 2025 ഫെബ്രുവരി 10 കൂടൽമാണിക്യം ദേവസ്വം നിയമന ഉത്തരവ് നൽകി. ഫെബ്രുവരി 24 ബാലു ജോലിയിൽ പ്രവേശിച്ചെങ്കിലും ക്ഷേത്രം തന്ത്രിമാർ എതിർക്കുകയും പൂജാകർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. ബാലു കഴകക്കാരനായാൽ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാകില്ലെന്നും നിയമനം തന്ത്രിമാരോട് ആലോചിക്കാതെയാണെന്നുമായിരുന്നു ക്ഷേത്രത്തിലെ 6 തന്ത്രിമാർ പറഞ്ഞത്. മാർച്ച് 9 നടക്കേണ്ട പ്രതിഷ്ഠാദിന ചടങ്ങുകളിൽ നിന്നുൾപ്പെടെ തന്ത്രിമാർ മാറി നിൽക്കുമെന്ന് വ്യക്തമാക്കിയതോടെ താൽക്കാലിക പ്രശ്നപരിഹാരമെന്ന നിലയ്ക്ക് ബാലുവിനെ ഓഫീസ് ജോലിയിലേക്ക് മാറ്റി. മാനസിക സമ്മർദ്ദം കാരണം ബാലു മാർച്ച് 16 വരെ അവധിയിൽ പോയി. ബാലു തിരിച്ചു വന്നാൽ കഴകക്കാരനായി തന്നെ നിയമിക്കുമെന്ന് ദേവസ്വം ബോർഡും എതിർക്കുമെന്ന് തന്ത്രിമാരും നിലപാട് വ്യക്തമാക്കി. സൂക്ഷ്മ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ബാലുവിനോട് എതിർപ്പാർക്കാണ് എന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ സംശയമില്ലാതെ പറയാൻ നമുക്ക് ഇതിനകത്ത് ജാതീയതയുണ്ട്, അയിത്തമുണ്ട് എന്ന കാര്യം. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. കൂടൽമാണിക്യം ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രത്തിൽ ആർക്കാണ് ബാലുവിനോട് എതിർപ്പ് എന്നുള്ളത്? ഒരു ഈഴവ സമുദായത്തിൽ നിന്ന് വന്ന ആൾ എന്ന നിലയ്ക്ക് ബാലുവിനെ എന്തിനെതിർക്കണം? ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണത്. ക്ഷേത്രത്തിന് ആകെ 6 തന്ത്രിമാരാണ് ഉള്ളത്. ഇതിൽ എതിർത്തവരുടെ കാര്യം നമുക്ക് നോക്കാം. അവരാണ് എതിർത്തത്. ബാലു കഴകം ചെയ്താൽ ചടങ്ങുകൾക്ക് വരില്ല എന്നാണ് ഈ തന്ത്രിമാർ പറഞ്ഞത്. അങ്ങനെ സഹികെട്ട് ബാലു അവധിയിൽ പ്രവേശിക്കുകയായിരുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതായത് ചടങ്ങുകൾ നടത്തി കിട്ടാനായി അവധിയിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. തന്ത്രികൾ എത്താൻ തീർത്ഥക്കുളം മേൽജാതിക്കാർക്ക് മാത്രമുള്ളതാണ്. അതിൽ ഈഴവനായ ബാലു കുളിച്ചാൽ അശുദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞു വെച്ച കാര്യം. ഇവർ വിശ്വസിക്കുന്ന കാര്യം അതാണ്. അവർ പാലിക്കാൻ ശ്രമിച്ചതുമായ കാര്യം. തീർത്ഥക്കുളം മേൽജാതിക്കാർക്ക് മാത്രമായാണ് ഒതുക്കിയിരിക്കുന്നത്. ഈ ഒരു കാര്യം, ഈ സൂക്ഷ്മാംശം മറ്റാരും കാണുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി അവിടെയുണ്ട്, ഈ വിഷയത്തിലുണ്ട് എന്നുള്ളതാണ്. നിയമനം നടത്തുന്നത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ്. മുന്നോക്കക്കാർ 12ഉം പിന്നോക്കക്കാർ 11ഉമാണ് അവിടെ ഉള്ളത് ഈ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നത്. പക്ഷേ ഈ കഴകം ജോലികളിൽ ആരും പിന്നോക്കക്കാരെ ഉൾപ്പെടുത്തുന്നില്ല എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ കുളിച്ച് ശുദ്ധിയായി വേണം അവിടെ മാല കെട്ടാൻ, താമരമാല കെട്ടാൻ. അത് കെട്ടണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ മേൽശാന്തി, കീഴ്ശാന്തി, ഒപ്പം തന്നെ കഴകം, തീർത്ഥപ്പണി, മൂസത്, മീനൂട്ട്, ഇത്രയും ജോലികളിൽ പിന്നോക്കക്കാർക്ക് പ്രവേശനമില്ല. പിന്നോക്കക്കാരല്ലെങ്കിൽ സവർണരല്ലാത്തവർക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. പിന്നോക്കക്കാരെന്നാണോ ഈ വിഷയത്തിൽ പറയേണ്ടതെന്നുള്ള സംശയമുണ്ട്. അവിടെ സവർണരല്ലാത്തവർക്ക് പ്രവേശനമില്ല. അതേസമയം മാനേജർ, അഡ്മിനിസ്ട്രേറ്റർ, ഗുമസ്തൻ, ടൈപ്പിസ്റ്റ്, വെടിവഴിപാട്, പാത്രം തേപ്പ്, തൂപ്പ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ അവിടെ ഉണ്ട് താനും. അപ്പോൾ നമ്മളിങ്ങനെ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ അവിടെ ഈ പറയുന്നത് പോലെ പിന്നോക്കക്കാരവിടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റ് ജാതിക്കാർ അവിടെ ഉണ്ടല്ലോ എന്നുള്ള മട്ടിൽ നമുക്ക് കണക്കാക്കാൻ കഴിയും. പക്ഷേ മേൽജാതിക്കാരുടെ എല്ലാം തസ്തികകൾ ഉയർന്ന തസ്തികകളാണ് എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത. ബാലു തിരിച്ചു വന്നാൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ബാലു തിരിച്ചു വന്നാൽ കഴകം ജോലിയിൽ തുടരുമോ എന്ന ചോദ്യമാണ് നമ്മളിവിടെ അവശേഷിപ്പിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. അബ്രാഹ്മണരെ ശാന്തിക്കാരാക്കിയത് EMS സർക്കാരാണ്. അതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് പോയാൽ 1969 അതിനുശേഷം RSPയിലെ പ്രാക്കുളം ബാസി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണത്. നമുക്കറിയാം PK ചന്ദ്രാനന്ദനൊക്കെ അന്ന് കമ്മിറ്റിയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ചന്ദ്രാനന്ദൻ റോഡൊക്കെ വന്നത്. അതാണ് അതിൻ്റെ ഒരു ചരിത്രം. 10 പട്ടിക ജാതിക്കാർ ഉൾപ്പെടെ 49 അബ്രാഹ്മണരെയാണ് 1969 EMS സർക്കാർ ശാന്തിമാരാക്കിയത്, അബ്രാഹ്മണരെ ശാന്തിമാരാക്കിയത്. ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ നിന്ന് 2 വർഷത്തെ പരിശീലനമാണ് അവർക്ക് കൊടുത്തിരുന്നത്. അങ്ങനെ ആ പരിശീലനം നേടി ശാന്തിക്കാരായവർക്ക് പക്ഷേ കാര്യമായി അവിടെ തുടരാൻ കഴിഞ്ഞില്ല. എല്ലാവരുടെയും പേരിനോടൊപ്പം അന്ന് ശർമ്മ എന്ന്
എന്ന് കൂടി ചേർത്തിരുന്നു. നമ്പൂതിരിമാരിലെ ഒരു വിഭാഗം പക്ഷേ അന്ന് തന്നെ ഇവർക്കെതിരായി തിരിഞ്ഞിരുന്നു എന്നുള്ളതാണ് ചരിത്രം. കേരളത്തിൽ ഇതിൻ്റെ ഒരു ചരിത്രം നോക്കി പോകണമല്ലോ. 69-ൽ EMS സർക്കാരിൻ്റെ കാലത്തുള്ള തീരുമാനം. ശുദ്ധവും വൃത്തിയുമില്ല എന്നെല്ലാം പറഞ്ഞാണ് നിരന്തരം കുറ്റപ്പെടുത്തി അന്നത്തെ ഈ ശാന്തിമാരെ ഒഴിവാക്കിയിരുന്നത്. ദേവസ്വം ബോർഡിലെ ട്രേഡ് യൂണിയനുകളും അക്കാലത്ത് ഇവരെ പിന്തുണച്ചിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. 10 വർഷത്തിനകം, അതാണ് സങ്കടകരമായ കാര്യം, 10 വർഷത്തിനകം മനമെടുത്ത് ഈ ശാന്തിമാരെല്ലാവരും പിരിഞ്ഞുപോയി എന്നുള്ളതാണ് അന്നത്തെ ഒരു സാഹചര്യം. 1969-ലെ EMS സർക്കാർ അന്ന് നിയോഗിച്ച ശാന്തിമാർ വീണ്ടും അബ്രാഹ്മണ ശാന്തിമാരുടെ നിയമനം നടത്തുന്നത് 87-ലെ നായനാർ സർക്കാരിൻ്റെ കാലത്താണ്. അന്ന് ഈ പറയുന്നത് പോലെ ഈഴവ സമുദായ അംഗം അശോകനെ കീഴ്ശാന്തിയാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് 1987-ൽ നായനാർ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാവുന്നത്. പക്ഷേ അവിടെ ഈ തേവലക്കര ആമശ്ശേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് നിയമനം നടത്തിയത്. അവിടെയും ചുമതല ഏൽക്കാനെത്തിയപ്പോൾ യാഥാസ്ഥിതികർ തടഞ്ഞു എന്നുള്ളതാണ് സംഭവിച്ചത്. ഇത് ചരിത്രം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. അബ്രാഹ്മണൻ പൂജ ചെയ്താൽ ദൈവകോപം എന്നായിരുന്നു അന്നത്തെ പ്രചാരണം. ജീവന് ഭീഷണി ഉയർന്നപ്പോൾ ഈ അശോകൻ നായനാരെ തന്നെ ചെന്ന് കണ്ടു, മുഖ്യമന്ത്രിയെ തന്നെ ചെന്ന് കണ്ടു. പക്ഷേ അത് ശക്തമായി അവിടെ തുടരണമെന്ന നിർദ്ദേശമാണ് EK നായനാർ കൊടുത്തത്. ജോലിയിൽ തിരിച്ചെടുക്കാൻ നായനാർ കർശനമായി നിർദ്ദേശിക്കുകയായിരുന്നു ദേവസ്വം ബോർഡിനോട്. മേൽശാന്തിക്കാരനായി ഉയർന്നതിന് ശേഷവും പക്ഷേ അദ്ദേഹത്തിന് വിവേചനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. പുലിയൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം മേൽശാന്തിയായി ചെന്നതിന് ശേഷം അവിടെയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ഈഴവനായ അശോകനെ പുറത്താക്കണമെന്ന് അന്ന് അവിടെ ഉപദേശക സമിതി പറഞ്ഞു. ഇല്ലെങ്കിൽ കാണിക്ക വഞ്ചി എണ്ണാൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ വിഷയം. അവിടെ വലിയ സംഘർഷം ഉണ്ടായി ആ കാര്യത്തിൽ. അതോടൊപ്പം തന്നെ ബ്രാഹ്മണരെ ശാന്തിമാരായി പിന്നീട് നിയമിക്കുന്നത് 2017-ൽ പിണറായി സർക്കാരാണ്. ഇതിനായി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനെ നിയമിച്ചു. ഏറ്റവും തൊട്ടടുത്ത കാലമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്, 2017-ൽ നിയമിച്ചത്. അത് സംവരണ മാനദണ്ഡങ്ങൾ പാലിച്ച് അബ്രാഹ്മണർക്ക് കൂട്ടനിയമനം നടത്തുകയാണ് ചെയ്തത്. അബ്രാഹ്മണരെ ശാന്തിമാരായി വിവിധ ഇടങ്ങളിൽ പക്ഷേ തടയുന്നു, അവഹേളിക്കുന്നു. ആ വാർത്തയൊക്കെ നമ്മൾ വായിക്കുന്നു. അത് ഈ കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. തൃശ്ശൂർ കൊരട്ടി നാലുകെട്ടിൽ പുലിയകുന്നത്ത് യദുകൃഷ്ണ മേൽശാന്തിയായി നിയമനം കിട്ടിയ ആദ്യത്തെ പട്ടികജാതിക്കാരൻ കൂടിയായി എന്നുള്ളത് ഒരു ചരിത്രമാണ്. അത് ഈ കാലത്ത് സംഭവിച്ച ഒരു ചരിത്രമാണ്. തിരുവല്ല മണപ്പുറം മഹാദേവ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി യദുവിനെതിരെ പക്ഷേ യോഗക്ഷേമ സഭയും അഖില കേരള ശാന്തി യൂണിയനും നിലകൊണ്ടു എന്നുള്ളതാണ്. ഇത് ജാതീയതയല്ലാതെ മറ്റ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഓരോ കാരണമുണ്ടാക്കി ഓരോ കാലത്തും ബ്രാഹ്മണ്യം തുടർച്ചയായി യദുവിനെയും വേട്ടയാടിക്കൊണ്ടിരുന്നു. എല്ലാ കാലത്തും ഇത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഇപ്പം ആലപ്പുഴയിലെ ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ സുധികുമാർ, ഈ സുധികുമാറിന്റെ കാര്യത്തിൽ ഈഴവം പൂജിച്ചാൽ ദേവി അസ്വസ്ഥയാകും എന്നുള്ളതാണ് ആലപ്പുഴ ചെട്ടിക്കുളങ്ങരയിലെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ എതിർപ്പ് ഇങ്ങനെ ശക്തമായി വരുന്നു. കൂട്ടായ എതിർപ്പിൽ ദേവസ്വം ഈ നിയമനം റദ്ദാക്കുകയാണ് ഉണ്ടായത്. നീണ്ട പോരാട്ടത്തിന് ശേഷം പിന്നീട് സുധികുമാറിനെ തിരിച്ചെടുക്കുന്ന സാഹചര്യമാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്. അപ്പോൾ എല്ലാ കാലത്തും തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം ക്ഷേത്രത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, വാഴിച്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിലെ കാര്യം എടുത്താൽ, ശാന്തിയായി വന്ന രഞ്ജിത്തിന് ക്ഷേത്ര ഉപദേശക സമിതിയുടെ മർദ്ദനമാണ് ഏറ്റത്. ഇതെല്ലാം തൊട്ടടുത്ത കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ് കേട്ടോ. ഈ രീതിയിലാണ് കാര്യങ്ങൾ നടന്നത്. തല്ലിയത് നട തുറക്കാനുള്ള സമയം മാറിയെന്ന് ആരോപിച്ചാണ് ക്രൂരമായി മർദ്ദിച്ച ശേഷം രഞ്ജിത്തിനെ മുറിയിൽ പൂട്ടിയിടുകയായിരുന്നു. അടുത്ത കാലത്ത് സംഭവിച്ച വാർത്തകളാണ്. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്, പക്ഷേ വലിയ വാർത്തകളായി ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. പറയാനും പുലയനും ഇവിടെ പൂജിക്കേണ്ട എന്നാണ് അവിടെ പറഞ്ഞത്. ഇതെല്ലാം രേഖകളിലുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ പറയുന്നത്. അതായത് അന്നത്തെ കേസാകുമ്പോൾ അത് പോലീസ് രേഖകളിലും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. പറയാനും പുലയനും പൂജിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാണ് അന്ന് അവർ വിലക്കിയത്. അപ്പോൾ ഇതിനെയൊക്കെ എല്ലായ്പ്പോഴും പറയുന്നത് എന്താണ്? ഒന്നുകിൽ പാരമ്പര്യം, അതല്ലെങ്കിൽ ഈ പറയുന്നത് എന്താണ്, തന്ത്രിയുടെ തീരുമാനമനുസരിച്ച് ഇത് പാരമ്പര്യമായി കൊടുക്കുന്നതാണ്. ഇവിടുത്തെ എന്താണ്, ക്ഷേത്ര ആചാരമാണ്. അതാണ്, ആചാരത്തെയാണല്ലോ ബന്ധിപ്പിക്കുന്നത്. ആചാരമാണ് ഇത്. ശുദ്ധമായ അല്ലെങ്കിൽ പച്ചയായ ജാതീയതയല്ലാതെ അയിത്തമല്ലാതെ മറ്റെന്താണ് സനീഷേ? നിശ്ചയമായിട്ടും അയിത്തമാണ്, ഒരു സംശയവുമില്ല. അതായത് ഈ ആചാരത്തിൻ്റെ പേരിലായിരുന്നല്ലോ ആളുകളെ ക്ഷേത്രത്തിൽ, മനുഷ്യരെ ക്ഷേത്രത്തിന് മുന്നിലുള്ള വഴിയിൽ പോലും നടത്താൻ അനുവദിക്കാതിരുന്നത്. അതായത് 1924 കൃത്യമായിട്ട് പറഞ്ഞ 1924 മാർച്ചിലാണ് വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ 100 വർഷമായിരിക്കും, 2024 മാർച്ചാണത്. അപ്പോൾ ആ കാലത്ത് ക്ഷേത്രത്തിന് മുന്നിലുള്ള വഴിയിലൂടെ നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് സമരം നടന്നിരുന്നത്. ഗുരുവായൂരിൽ 1931, 32 ആ കാലത്താണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. അപ്പോൾ ആ കാലങ്ങളിലാണെങ്കിൽ 100 വർഷമായപ്പോൾ പോലും ഇതേ സംഭവം നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നാണ്. അതായത് അവിടുത്തെ ആ കാലത്തെ പ്രധാനപ്പെട്ട ആളുകൾ, ഇതിനെപ്പറ്റി ചിന്തിക്കുന്ന സാമൂഹ്യ ജീവികളായുള്ള മനുഷ്യർ ആ കാലം മുതൽ തന്നെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ ഈ ദിവസവും ചർച്ച ചെയ്യുകയാണ് ഈ സംഭവം. അതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള, ഇപ്പോൾ SNDP എടുത്താൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ ഒരു സംഘടനയായി, അല്ലെങ്കിൽ ഏറ്റവും ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ ഏറ്റവും എണ്ണത്തിൽ കൂടിയ ഒരു സംഘടനയായി നിലകൊള്ളുന്നവരാണ്. അവർക്ക് പോലും
ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം. അതിൻ്റെ കാരണങ്ങളിലേക്ക് സൂക്ഷ്മമായി പോയാൽ ദീർഘമായ ഡിബേറ്റിന് വകയുള്ള ഒരു സംഗതി തന്നെയാണ്. പക്ഷേ ഇതിലെനിക്ക് അതിനകത്ത് സങ്കടകരമായ കാര്യം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തൊഴിലാണ്, അതിൽ അവകാശം ഞങ്ങൾക്കാണ് എന്ന് മറ്റ് സവർണ സമുദായ സംഘടനകൾ അവകാശപ്പെടുകയാണ്. അത് പക്ഷേ അതിലൊരു പ്രശ്നം, അങ്ങനെ ഒരു പാരമ്പര്യ കുലത്തൊഴിൽ എന്ന നിലയ്ക്ക് പരിഗണിക്കേണ്ടതാണോ ഇത് എന്നുള്ളതാണ്. അതെന്താണ് ആ കാര്യത്തിൽ എന്താണ് സൊല്യൂഷൻ? അതിലിപ്പോൾ ഈ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായി വന്ന ജോലികളാണ് എന്നതുകൊണ്ട് പിൽക്കാലത്ത് അല്ല വളരെ പഴയ കാലത്ത് ഇതുപോലെ ഈ ജോലികൾ അങ്ങനെ ചില ആളുകൾ തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷേ കാലം മാറിയിട്ടുണ്ട്. അക്കാലത്ത് ക്ഷേത്രത്തിനകത്ത് പ്രവേശനമില്ലാതിരുന്ന ആളുകൾ ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നുണ്ട്. മനുഷ്യരാകപ്പാടെ തുല്യരാണ് എന്ന് എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭരണഘടനയുടെ മുകളിലാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ ഒരു നമ്പൂതിരി അവിടെ വന്നിട്ട് തന്ത്രി അദ്ദേഹത്തിന് ഒരു 10-25 വയസ്സ് കണ്ടാൽ തോന്നും. അദ്ദേഹത്തിന് എത്ര പ്രായമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഈ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തെ ഇരുത്താൻ പ്രാപ്തനാക്കിയ ജാതിയിലൂടെ കയറി വന്നിട്ട് ആ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 10-15 വയസ്സുള്ള കാലത്ത് എന്ന് വെച്ചാൽ 10-60 കൊല്ലം മുമ്പുണ്ടായിരുന്ന കേരളമോ ക്ഷേത്രമോ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതമോ അല്ല കേരളത്തിൽ. അപ്പോൾ അദ്ദേഹത്തെ സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഇപ്പം തന്ത്രിമാരെ പഠിപ്പിക്കാൻ ഇപ്പോൾ എന്താണ് ഈ കഴകക്കാരൻ്റെ ജോലി? പൂവിറുക്കുകയും മാല കെട്ടുകയുമാണ്. അപ്പോൾ അതിൻ്റെ പരീക്ഷയാണ് നടക്കുന്നത്. അതിന് പോലും പരീക്ഷയുണ്ട്, അതിന് പോലും പരിശീലനം ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ തന്ത്രിയെ ഒരു ഭരണഘടനാ പുസ്തകം മുന്നിൽ വെച്ചിരുത്തിയിട്ട് അദ്ദേഹത്തെ ഒരു കസേരയിൽ ഇരുത്തിയിട്ട് അദ്ദേഹത്തിന് ഒരു അധ്യാപനം ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടതാണ്. എന്താണ് നമ്മുടെ ഭരണഘടന, എന്താണ് ഇന്ത്യ എന്ന് വെച്ചാൽ എന്താണ് ഈ ഭരണഘടനയിൽ പറയുന്നത്, വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഇത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടത്. അദ്ദേഹം പറയുന്നത് എൻ്റെ കൈവശം തന്ത്രിക്കാണ് അവകാശം, തന്ത്രിക്കാണ് ആര് കഴകത്തിന് പോകണം, നമ്പൂതിരിയാണോ എഴുവനാണോ പോകേണ്ടത് എന്നുള്ള കാര്യം തന്ത്രിക്കാണ് അവകാശം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് കോടതിയുടെ വിധി എൻ്റെ കൈവശം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചപ്പോൾ കോടതി വിധി ഇത്തരം തൊഴിലുകൾ ആളെ നിയമിക്കുമ്പോൾ തന്ത്രിമാരുടെ കൂടെ അഭിപ്രായം തേടണം എന്നുണ്ട്. അല്ലാതെ തന്ത്രിക്ക് അവസാന വാക്കല്ല അക്കാര്യത്തിൽ. അത് ജനാധിപത്യ സർക്കാരിൻ്റെ കാലത്ത് നടപ്പില്ല. അത് അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കണം. തന്ത്രിമാർക്ക് യോഗ്യത എന്താണെന്ന് ചോദിക്കുമ്പോൾ തന്ത്രിമാരുടെ യോഗ്യത ഏത് സാമൂഹ്യ ചുറ്റുപാടിൽ എന്ത് ഭരണഘടനാനുസൃതമായിട്ടാണ് താനീ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുകൂടെ അദ്ദേഹം പഠിക്കണം. ആചാരകാര്യങ്ങൾ മാത്രമല്ല. റൈറ്റ്. അത് മാത്രമല്ല, ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചല്ലോ, ഇപ്പോൾ വാരിയർ സംഘടന ഇത് തൊഴിലാണ്, അതായത് കുലത്തൊഴിലാണ് എന്ന മട്ടിൽ ഈ കാര്യത്തെ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. പാരമ്പര്യമായി ഉള്ള തൊഴിലാണ് എന്ന മട്ടിൽ അതിനെ പറയുന്നത് അവകാശമാണ് എന്ന് പറയുന്നു. അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ ഇതിൽ മെറിറ്റ് അല്ലേ ഈ ഘട്ടത്തിൽ? ഇത് ഒരു എക്സാം ഉള്ളതാണല്ലോ, പരീക്ഷയുള്ളതാണല്ലോ. സ്വാഭാവികമായും മെറിറ്റോറിയസ് ആയിട്ടാണ് അവിടെ ആ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നിയമനത്തിൽ 1ാം റാങ്കുകാരനാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ മെറിറ്റ് മതി, സംവരണം വേണ്ട എന്ന വാദം ഉയർത്തിയിരുന്നവർ സ്വാഭാവികമായും സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണിത്. പക്ഷേ അതിനെ എന്തിനാണ് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി. ഇതിപ്പോൾ എന്തായാലും ഇതൊരു പരമ്പരാഗത തൊഴിലാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു വാര്യര് ചെത്താൻ പോയി എന്നോർത്ത് ഇവിടെയുള്ള ഈഴവർ പ്രതിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ കണക്കാക്കിയാൽ പോരെ ഒരു തൊഴിലിനെ. അപ്പോൾ അതിൽ നമുക്കത് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറഞ്ഞ് പോകേണ്ടത് വർണ്ണാശ്രമ സമ്പ്രദായം ഒരു രാഷ്ട്രീയ സംവിധാനമാണ് അല്ലേ സനീഷ്? അപ്പോൾ അത് മതവ്യവസ്ഥയായി അവതരിപ്പിക്കുന്നതും രാഷ്ട്രീയമാണ്. അമ്പലവളപ്പിനകത്തെ ജാതിയെ ജാതി എന്ന് തന്നെയാണ് പറയേണ്ടത്, അല്ലാതെ ആചാരമെന്നല്ല. ഒന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും കോൺഗ്രസും CPM എല്ലാം വന്നിട്ട് അതിശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് കേട്ടോ. ഈഴവശിവനെ പ്രതിഷ്ഠിച്ച നാരായണ ഗുരു ചരിത്രം സൃഷ്ടിക്കുക മാത്രമായിരുന്നില്ല, അന്നോളമുള്ള ഇരുണ്ട ചരിത്രം തിരുത്തുകയുമായിരുന്നു. നെയ്യാറിൽ നിന്ന് മുങ്ങിയെടുത്ത ഒരു കല്ലിനെ നാരായണ ഗുരു അധസ്ഥിതർ എന്ന് കരുതിപ്പോന്ന മനുഷ്യരുടെ ആരാധനാബിംബമായി പ്രതിഷ്ഠിച്ചത് ജാതിക്കോട്ടകളുടെ ആണിക്കല്ലുകൾ ഇളക്കിയ പ്രഹരമായിരുന്നു. ആ പ്രതിഷ്ഠയ്ക്ക് ആചാരഭാരങ്ങൾ ഇല്ലായിരുന്നു. പൗരോഹിത്യം കുറിച്ചു കൊടുത്ത മുഹൂർത്തമോ അവരുടെ കലശക്കുടമോ ഇല്ലായിരുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന വിപ്ലവം നടന്നിട്ട് 137 കൊല്ലം കടന്നുപോയി. ഇപ്പോൾ വർണ്ണാശ്രമത്തിന്റെ വെളിയിൽ നിൽക്കുന്നവർക്ക് ബ്രാഹ്മണ്യം നൽകി ശാന്തിക്കാരാക്കുന്നതൊക്കെ ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ സവർണരല്ലാത്തവരെ വിശ്വാസികളായിരിക്കെ അവർ ക്ഷേത്രവളപ്പിൽ തൊട്ടുകൂടാത്തവരാണ് എന്ന് കേരളത്തിൽ ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ മനസ്സില്ല എന്ന് മലയാളി ഒറ്റക്കെട്ടായി തന്നെയാണ് പറയേണ്ടത്. അപ്പോഴാണ് അമ്പലത്തിലെ തീർത്ഥക്കുളം ഈഴവൻ കുളിച്ചാൽ മലിനമാകുമെന്ന് പറഞ്ഞുള്ള ഈ അയിത്തവും കലഹവും ഒക്കെ. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം അല്ലേ? നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോവാം, അങ്ങനല്ലേ? അടുത്ത വിഷയത്തിലേക്ക് പോകാനുള്ള സമയമുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പോൾ ആണോ? എന്താണ് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. കാരണം ഈ വിഷയത്തിൽ നമ്മൾ ഒരു വിഷയം കൂടി
അപ്പൊ നമുക്ക് ആ വിഷയം നമുക്ക് അടുത്ത ദിവസം എടുക്കാനാണ് നമുക്ക് തോന്നുന്നത്. തൽക്കാലം ഒരു കാര്യം ആദ്യ ദിവസമാകുന്നത് കൊണ്ടുള്ള ചില താളപ്പഴ ഉള്ളതുകൊണ്ട് നമുക്ക് അത് അടുത്ത ദിവസം നമ്മൾ 4 വിഷയം ആദ്യം പറഞ്ഞു, അതിലേക്ക് പോകാൻ പറ്റിയില്ല. ഈ വിഷയം നമുക്ക് അടുത്ത ദിവസം വിശദമായിട്ട് വിശദമായി ചർച്ച ചെയ്യാം. നമ്മൾ ഒരു കാര്യം അടുത്ത ഒരു വിഷയം എന്തായാലും ഉണ്ട്, RDX. എന്താണ് RDX? അതെ 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 തീർച്ചയായും. ഇത് നമ്മൾ ഇപ്പോൾ ഒരു എല്ലാ പതിവ് രീതിയിലുള്ള ഒരു ചർച്ചാ പരിപാടിയോ അങ്ങനെ ഒരു സംഗതിയൊന്നും അല്ല. നമുക്ക് ചർച്ച വേണമെങ്കിൽ ചില ദിവസം നമ്മൾ ചർച്ച നടത്തും, അതല്ലെങ്കിൽ ചില വാർത്തകളുടെ വിശദാംശങ്ങൾ നമ്മൾ കൊടുക്കും. അങ്ങനെ നമ്മളൊരു സംഭവം ഒരു ദിവസം ഉണ്ടാകുമ്പോൾ ആ ദിവസം എത്രയും പെട്ടെന്ന് അതേക്കുറിച്ചുള്ള ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ശേഖരിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ, പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെറുതെ ആളുകൾ അപ്പുറവും ഇപ്പുറവും നിന്നിട്ട് ശബ്ദബഹളങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ 1 മണിക്കൂർ കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഫല സൂചനകൾ, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് മനസ്സിലാകാതിരിക്കുന്ന പ്രേക്ഷകരെ അല്ല, എന്തെങ്കിലുമൊക്കെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്ന പ്രേക്ഷകരെയാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വിശദമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അടുത്ത ദിവസങ്ങൾ ഓരോ ദിവസവും വരുന്ന വിഷയങ്ങൾക്കനുസരിച്ച് ആ വിഷയങ്ങളുടെ ഡാറ്റ പൂർണ്ണമായിട്ട് നമ്പർ വെച്ചുള്ള ഡാറ്റ കുറെ കൂടെ കൂടുതൽ മെച്ചപ്പെടുത്തി നമുക്ക് കൊടുക്കാം. ഇന്നിപ്പോൾ ആ ദിവസം ആയതുകൊണ്ട് ക്ഷമിക്കുക അല്ലേ. ഗുഡ് ബൈ.